കോൺഗ്രസുമായുള്ള പ്രശ്നങ്ങൾ പരിഹരിച്ചുവെന്ന് രാഹുൽ ഗാന്ധിയുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് ശേഷം ശശി തരൂർ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ സജീവമാകും. താനും പാർട്ടിയും ഒരേ ദിശയിലാണ്. ക്രിയാത്മക ചർച്ചയാണ് രാഹുൽ ഗാന്ധിയുമായി നടന്നതെന്നും തരൂർ പറഞ്ഞു. സ്നേഹിച്ചിരുന്ന ഒരു സൗഹാർദ്ദത്തോടാണ് സംസാരിച്ചത്. എല്ലാ വിധത്തിലും നമ്മൾക്ക് ഒരു കാര്യം പറയാം, നമ്മൾ വി ആർ ഓൺ ദ സെയിം പേജ്. എല്ലാ വിധത്തിലും മുന്നോട്ട് പോകുന്ന രീതിയിലാണ് സംസാരം നടന്നത്. അതിനേക്കാൾ കൂടുതൽ പറയാനില്ല, കാരണം എനിക്ക് ഫ്ലൈറ്റ് ഞാൻ എന്തായാലും സജീവമാവാൻ വാക്ക് കൊടുത്തു കഴിഞ്ഞല്ലോ. ഇതൊരു പുതിയ കാര്യമല്ല. പിന്നിലാണ് ഞാൻ കഴിഞ്ഞ തവണ ഇറങ്ങി. ഞാൻ കഴിഞ്ഞ തവണ 56 സ്ഥാനാർത്ഥികൾക്ക് വേണ്ടി ഇറങ്ങി. ഈ തവണ അതിനേക്കാൾ കൂടുതൽ ചെയ്യാനാണ് എന്റെ ആർക്കറിയാം. നിങ്ങളെല്ലാവരും ഇവിടുന്നാണ് ഈ പറയുന്നത്. PR അരവിന്ദ് ചേർന്ന വിശദാംശങ്ങൾ നൽകാനായി. അരവിന്ദ്, നേതൃത്വവുമായി പലതരത്തിൽ ഇടഞ്ഞ തരൂർ ഇപ്പോൾ ഒരു മഞ്ഞൊരുക്കത്തിന്റെ പാതയിലാണോ? ഇത് താൽക്കാലിക മഞ്ഞൊരുക്കം മാത്രമായി ഇതിനെ കാണാൻ കഴിയുമോ? അദ്ദേഹത്തിന്റെ പ്രതികരണത്തിന് എന്താണ് മനസ്സിലാവുന്നത്? ഇതിന് സംസ്ഥാനത്ത് നിയമസഭാ തെരഞ്ഞെടുപ്പ് നടത്താൻ പോകുന്ന സാഹചര്യത്തിൽ ശശി തരൂരിന്റെ അതൃപ്തി അത് തിരിച്ചടിയാകുമെന്നതായിരുന്നു ഹൈക്കമാൻഡിന്റെ വിലയിരുത്തൽ. ഇതിന് പിന്നാലെയാണ് ശശി തരൂരുമായി ഒരു കൂടിക്കാഴ്ചയ്ക്ക് രാഹുൽ ഗാന്ധിയും അതുപോലെ തന്നെ കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെയും തയ്യാറായത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇന്ന് ഏകദേശം 2 മണിക്കൂറോളം പാർലമെന്റിൽ വെച്ച് ഇരു നേതാക്കളുമായി ശശി തരൂർ കൂടിക്കാഴ്ച നടത്തി. ഈ കൂടിക്കാഴ്ചയുടെ അവസാന 30 മിനിറ്റിൽ KC വേണുഗോപാലും കൂടിക്കാഴ്ചയിൽ പങ്കെടുത്തിരുന്നു. കൃത്യമായി തന്റെ അതൃപ്തികൾ ഈ യോഗത്തിൽ ശശി തരൂർ വ്യക്തമാക്കി. അതായത് കൊച്ചിയിൽ നടന്ന മഹാപഞ്ചായത്തിൽ തനിക്ക് വലിയ രീതിയിലുള്ള അവഗണന നേരിട്ടു. അതോടൊപ്പം തന്നെ പാർട്ടിക്കുള്ളിലും തനിക്ക് വലിയ രീതിയിലുള്ള അവഗണന നേരിടുന്നുവെന്ന് ശശി തരൂർ നേതാക്കളോട് വ്യക്തമാക്കി. അതേസമയം ഇത് ശശി തരൂരിന്റെ തെറ്റിദ്ധാരണ എന്നതാണ് നേതാക്കൾ ശശി തരൂരിനെ ബോധിപ്പിച്ചിട്ടുണ്ട്. എന്തായാലും ഇതിന് പിന്നാലെ ശശി തരൂരിന്റെ പ്രതികരണം വന്നത് പാർട്ടിയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളെല്ലാം ചർച്ച ചെയ്ത് പരിഹരിച്ചിട്ടുണ്ട്. പാർട്ടിയും താനും അതുപോലെ തന്നെ രാഹുൽ ഗാന്ധി അടക്കമുള്ള നേതാക്കൾ ഒരേ ദിശയിൽ തന്നെ സഞ്ചരിക്കുന്നു എന്നതാണ് തരൂർ വ്യക്തമാക്കിയത്. എന്തായാലും തരൂരിന് ചില ഉറപ്പുകളും പാർട്ടി നൽകിയിട്ടുണ്ട്. തരൂരിനെ കൃത്യമായി വിശ്വാസത്തിലെടുക്കും എന്നതാണ് ഇപ്പോൾ രാഹുൽ ഗാന്ധിയും അതുപോലെ തന്നെ കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെയും നടത്തിയിരിക്കുന്ന ഉറപ്പ്. അതോടൊപ്പം തന്നെ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പ്രചാരണത്തിൽ സജീവമാകാനും തരൂരിന് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. തരൂർ അത് വ്യക്തമാക്കുകയും ചെയ്യുന്നുണ്ട്. ഏകദേശം 56ഓളം UDF സ്ഥാനാർത്ഥികൾക്ക് വേണ്ടി കഴിഞ്ഞ തവണ താൻ പ്രചാരണ രംഗത്തുണ്ടായിരുന്നു. ഇത്തവണ അതിൽ കൂടുതൽ സ്ഥാനാർത്ഥികൾക്ക് വേണ്ടി പ്രചാരണത്തിൽ സജീവമാകുമെന്നതാണ് തരൂർ ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത്. നമുക്കറിയാം, കൊച്ചിയിലെ മഹാപഞ്ചായത്തിന് ശേഷം വലിയ രീതിയിലുള്ള വിവാദങ്ങൾ തരൂരിനുമായി ബന്ധപ്പെട്ട് ഉയർന്നിരുന്നു. അതായത് തരൂർ വിദേശത്തേക്ക് പോയപ്പോൾ CPM-മായി ചർച്ചകൾ നടത്തിയെന്നും CPM-ലേക്ക് പോകുമെന്നുള്ള റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു. അത്തരം ഒരു നീക്കം ഉണ്ടായാൽ അത് ഹൈക്കമാൻഡിനെ വലിയ രീതിയിൽ പ്രതിരോധത്തിലാക്കും. കാരണം തിരഞ്ഞെടുപ്പ് നടക്കാൻ പോകുന്ന കേരളത്തിൽ അത് വലിയ രീതിയിൽ കോൺഗ്രസിന് തിരിച്ചടിയാകുമെന്ന് തന്നെയാണ് കോൺഗ്രസ് നേതൃത്വം വിലയിരുത്തിയിരുന്നത്. എന്തായാലും നേരത്തെ തന്നെ ഈ വാർത്തകൾ ശശി തരൂർ നിഷേധിച്ചിരുന്നു. എന്തായാലും ഇന്നത്തെ കൂടിക്കാഴ്ചയിലൂടെ ഒരു താൽക്കാലിക മഞ്ഞുരുക്കം ഉണ്ടായിരിക്കുന്നുണ്ട്. എന്തായാലും വരും ദിവസങ്ങളിൽ ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ ചർച്ചകൾ കോൺഗ്രസിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകും. എന്തായാലും ശശി തരൂർ കോൺഗ്രസ് ലൈനിലേക്ക് മടങ്ങിയെത്തിയിരിക്കുകയാണ്. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ശക്തമായ പ്രചാരണം ശശി തരൂരിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകും. ഇതിനോടൊപ്പം കാരണം കോൺഗ്രസിന്റെ നിർദ്ദേശങ്ങൾ പാലിച്ച് തന്നെ ശശി തരൂർ മുന്നോട്ട് പോകുമെന്നതാണ് നമുക്ക് മനസ്സിലാകുന്നത്. പക്ഷേ ശശി തരൂർ മുൻപ് സ്വീകരിച്ച പല നിലപാടുകളും നരേന്ദ്രമോദിയുടെ പ്രശംസയും അതുപോലെ തന്നെ ട്രംപ് മോദി കൂടിക്കാഴ്ചയിൽ അടക്കമുള്ള പ്രശംസകൾ പലതവണ ശശി തരൂർ നടത്തിയത് അത് അന്നൊന്നും കൃത്യമായ നിലപാട് കോൺഗ്രസ് ഹൈക്കമാൻഡ് എടുത്തിരുന്നില്ല. പക്ഷേ തെരഞ്ഞെടുപ്പ് അടക്കം കേരളത്തിൽ വരാനിരിക്കുന്ന സാഹചര്യത്തിലാണ് അടിയന്തരമായി ശശി തരൂരുമായി കോൺഗ്രസ് നേതൃത്വം കൂടിയാലോചനകളും ചർച്ചകളും നടത്തി ഒരു പ്രശ്നപരിഹാരത്തിലേക്ക് എത്തിയത്. എന്തായാലും ശശി തരൂരും കൂടിക്കാഴ്ചയ്ക്ക് ശേഷം വലിയ രീതിയിൽ സന്തുഷ്ടനാണ്. എന്തായാലും തനിക്ക് വേണ്ട പരിഗണന പാർട്ടിയിൽ ലഭിക്കുമെന്ന വിശ്വാസത്തിലാണ് ശശി തരൂർ ഇപ്പോൾ ഉള്ളത്.